ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റേഡിയത്തിലാണ്, കലോ സ്റ്റേഡിയം. ഇവിടെ ഒരു അടിപൊളി ബിരിയാണി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നേ. തവക് ബിരിയാണി എന്നാണെന്ന് ഞാൻ കേട്ടത്. ഒരു വെറൈറ്റി ബിരിയാണി ആണ് എന്നാണ്. ശരിക്കും കടയുടെ പേരല്ലേ, ഷോപ്പിന്റെ പേരല്ലേ? ആക്ച്വലി മൊഹബത് ബിരിയാണി ആണ് ഇവര് കൊടുക്കുന്നത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊഹബത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിൽ. അവിടുത്തെ ഒരു ഫേമസ് ബിരിയാണിയാണ്. ഇതിപ്പോ ഡൽഹി, കാശ്മീർ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ ഇത് വരുന്നത്. അത് നമ്മളിവിടെ കൊച്ചിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പൊ ഇത് കുറച്ച് തുടങ്ങിയിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് കളയാന്ന് കരുതി. നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ സ്റ്റേഡിയത്തിന്റെ ഒരു വൈബിലേക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആദ്യം ഞാൻ കഴിക്കുന്നത് പെപ്സിയാണ്. സോറി, പെപ്സി ആരും കഴിക്കരുത് കേട്ടോ, ആരോഗ്യത്തിന് ഹാനികരം. സോ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് അവരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. അതൊരു പഞ്ചാബി ടൈപ്പ് ചിക്കൻ ഫ്രൈ എന്നാണ് അവർ പറഞ്ഞത്. അതില് നോർമൽ നമ്മുടെ നാട്ടിലത്തെ ഒരു കോമ്പിനേഷനും പിന്നെ അവരുടെ ഒരു കോമ്പിനേഷനും കൂടി ചേർത്തിട്ടാണ്. പിന്നെ ആ ഗ്രീൻ സാധനം നമ്മൾ കഴിക്കാറില്ല, ചട്നി പുതിന, അത് തന്നെ. സോ ഇതിനകത്ത് അവര് കുറച്ച് എന്ത് മസാല ഇട്ടേക്കും, ചാറ്റ് മസാല, അങ്ങനത്തെ ടൈപ്പ് മസാല. നമുക്കറിയില്ല, അല്ല എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് അവരുടെ സ്റ്റൈലിലെ ഒരു വെറൈറ്റി ആണ്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതെ, ഒരു സ്റ്റാർട്ടർ പോലെ കഴിക്കാൻ പറ്റും. സോ വേറെ ഒന്നുമല്ല, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നത്, ഞാൻ കഴിക്കാൻ വന്നത് ബീഫ് ബിരിയാണിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടർ വെച്ച് പിന്നെ അവര് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ കഴിക്കാനുണ്ട്. അപ്പോ 15 മിനിറ്റ്സ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ചിക്കൻ ബിരിയാണിയും അവിടെ ബീഫ് ബിരിയാണിയാണ്. നല്ല ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ രണ്ടിനും വരുന്നത്. ഞാൻ ചോദിച്ചറിഞ്ഞായിരുന്നു, റൈസ് രണ്ടും സെയിം തന്നെയാണ്. ഇവര് ദം ചെയ്യുന്നത് ഈ ചിക്കനും ബീഫും സെപ്പറേറ്റ് ഇട്ട് ദം ചെയ്താണ് എടുക്കുന്നത്. സോ ആ ഒരു ഫീല് എന്തായാലും ഉണ്ട്. നല്ല ദം ചെയ്ത് നല്ലൊരു കോമ്പിനേഷനാണ് തന്നത്. പിന്നെ പറയാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മസാല എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. എല്ലാ റോ ഐറ്റംസ് മാത്രമുള്ളത്. അതായത് നമ്മുടെ എന്താ പറയാ, പട്ട, ഗ്രാമ്പു, ഇതെല്ലാം റോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, പൊടിച്ചിട്ടിട്ടില്ല. അതായത് ബോയിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവര് വരുന്നത്. ഈവൻ ചിക്കൻ ആയാലും ബീഫ് ആയാലും ബോയിൽഡ് ആയിട്ടാട്ടോ. പക്ഷെ ബോയിൽഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നല്ല അവരുടെ ഒരു നല്ല ഒരു മസാല ഫ്ലേവേഴ്സ് ഉണ്ട്. ഫ്ലേവേർഡ് ആയിട്ട് വരെ നമുക്ക് ഫീൽ ആകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ മസാലാസിന്റെ ഇതെല്ലാം റോ ആയിട്ട് ഇട്ട് ബോയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ ബീഫിന്റെ ഒരു ഇതുണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളായിരുന്നു. ജസ്റ്റ് ഒന്ന് കൈയിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അടർന്നു പോകുന്ന രീതിയായിരുന്നു. അത്ര കലിഞ്ഞു പോകും നമ്മുടെ കയ്യില്. ആക്ച്വലി നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. എനിക്ക് ക്ഷമയില്ലായിരുന്നു അത് കഴിക്കാനായിട്ട്. അപ്പൊ അത് കാരണം ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയാണ്. അത് ഭയങ്കരമായിട്ട് പൊള്ളിയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഫ്ലേവേർഡ് നല്ല ടേസ്റ്റിയാണ്. ആക്ച്വലി നമ്മളുടെ മന്തിയുടെ ഒരു വെറൈറ്റി ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. കാരണം മന്തി ഒരു വേറെ ടൈപ്പ് അല്ലേ. അത് ആക്ച്വലി ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും മസാലാസ് ഇല്ലല്ലോ. ഏകദേശം അതുപോലെ തന്നെയാണ് ഇവരുടെ ഇതിലും വരുന്ന ഒരു രീതി. പക്ഷെ ഫ്ലേവർ രണ്ടും ഡിഫറെന്റ് ആണ്. ഇത് നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം, കഴിക്കാത്തവരാണെങ്കിൽ ഹാഫ് പറയുക. ആക്ച്വലി നമ്മൾ ആദ്യം ആ ചിക്കനൊക്കെ കഴിച്ച കാരണം ആൾക്ക് വിശപ്പ് കുറഞ്ഞായിരുന്നു. അതുമല്ല, അതിനകത്ത് ഇപ്പൊ തന്നതിനകത്ത് ചിക്കന്റെ ഇത് കൂടുതലാണ്, പീസുകളുണ്ട് കുറേ. നമ്മള് ഇതിനു മുമ്പ് പോയി കഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് ടൈമാണ് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പൊ എന്റെ ഫുഡ് ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരാൾക്ക് മതിയായിട്ട് അവിടെ ഇട്ടിട്ട് പോയായിരുന്നു. അതെ, എനിക്ക് അതിൽ കണ്ടിട്ട് സങ്കടം വന്നു. സോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് എണീക്കാൻ പറ്റാത്ത രീതിയിലാണ് ആയിപ്പോയത്. കാരണം അത്രക്കും ഹെവി ആയിട്ടാണ് ഇരുന്നത്. അപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് എല്ലാ ആംബിയൻസും ആംബിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ സ്ട്രീറ്റ് ഫുഡ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ട്രീറ്റ് ഫുഡ്, വലിയ ഹോട്ടലായിട്ടൊന്നും പറയാൻ പറ്റില്ല. സോ ഗൈസ്, നമ്മൾ കഴിച്ചത് മൊറാദാബാദി ബിരിയാണി. ആക്ച്വലി ഉത്തർപ്രദേശിലെ ഒരു സിറ്റിയാണ് കേട്ടോ മൊറാദാബാദി. അതിലോട്ടെ ആ ഒരു ബിരിയാണി നമുക്ക് തവക് ബിരിയാണി തന്നെ പറയാം. വേറെ ഇപ്പൊ ഈ അടുത്തായിട്ട് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന പേരാണ് തവക് ബിരിയാണി. സോ അതാണ് നമ്മളിപ്പോ കഴിച്ചത്.
ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു. അതെ, മസാലയില്ല. പിന്നെ ഇതിനൊരു ഗുണം തന്നെയല്ലേ, ഇത് കഴിച്ചാൽ അങ്ങനെ ഉറക്കമൊന്നും വരത്തില്ല. സാധാരണ നമ്മൾ ബിരിയാണിയും മലബാർ ബിരിയാണിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങും. എന്ന് വെച്ചാൽ നോർമലി ഞങ്ങൾ ഓഫീസിൽ നിന്ന് കഴിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ തന്നെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഇത് കഴിച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഹെവിയും അല്ല കേട്ടോ, കഴിക്കുന്നവർക്കും സാധാരണ അവിടെ ഇട്ടിട്ടും പോയത് അറിയാണ്ട് ഫുള്ളാ പറഞ്ഞ, ഹാഫ് പറയാൻ മറന്നുപോയി. സോ ഓവറോൾ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. നമ്മളിപ്പോ കഴിച്ചതിൽ ഒരു മന്തി ടച്ച് ഉള്ള ഒരു ബിരിയാണി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം അതേപോലത്തെ ഒരു സ്പൈസി അല്ല, ഫ്ലേവേർഡ് ആണ്, മസാല ഇല്ല, അതായത് പൊടിക്കാതെ അങ്ങനെ തന്നെയാണ് സ്പൈസസ് കിട്ടുന്നത്. അതായത് റോ ആയിട്ട് തന്നെയാണ്. ആകെ എരിവെന്ന് പറഞ്ഞത് പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പച്ചമുളക് കുറെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇതാണ്. പക്ഷെ നല്ല അത് വലിയ എരിവൊന്നും അല്ല. അപ്പൊ അടിപൊളി ബിരിയാണിയാണ്. നമുക്കിപ്പോ ഏകദേശം പിലാഫ് പോലെ, പിലാഫാണ് ആ ഒരു ഇത്, ആ ഒരു പാകിസ്ഥാനി ബിരിയാണി എന്നൊക്കെ ആയിരിക്കാം. സോ അത് ഞാൻ കറക്റ്റ് ആയിട്ടുള്ളവരൊന്നൊക്കെ കമന്റ് ചെയ്തിട്ട്. സോ അതുപോലത്തെ ഒരു ബിരിയാണിയൊക്കെ തന്നെയാണ്. അതിന്റെ അത് കുറച്ച് മുന്തിരിയും ഒക്കെ കൂടുതലാണ്. ഇതിന്റെ അകത്ത് അതൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു മുന്തിരിയും നട്സൊക്കെ ഓവറായിട്ടൊന്നും ഇല്ല. അപ്പൊ ആ ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് അടിപൊളി സാധനമാണ്. ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യും. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയാൽ അതിന്റെ ഫ്ലേവർ അറിയാൻ പറ്റും. ഞാൻ ബീഫാണ് കഴിച്ചത്, അവിടെ ചിക്കനാണ് കഴിച്ചത്. ബീഫും ചിക്കനും നല്ലൊരു വ്യത്യാസ ടേസ്റ്റ് ആണ്. എനിക്ക് ബീഫാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്ക് ചിക്കനും അതാ കഴിച്ചത്, വേറൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ചിക്കൻ ഫ്രൈ. ആ ചിക്കൻ ഫ്രൈ അതൊരു പഞ്ചാബി ടച്ച് ആണ്. ഇവരുടെ മലയാളി ടച്ച്. ഇവരുടെ ഓൺ മസാലയിൽ ഉണ്ടാക്കിയാണ്. അതിന്റെ അത് കുറച്ച് പഞ്ചാബി ടേസ്റ്റും കൂടെ വരുത്തിയിട്ടുണ്ട്. അത് പക്ഷെ നല്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു. സോ ഇതാണ് നമ്മളുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.